വട്ടച്ചുവടാണ്. വട്ടച്ചുവട് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഒരു വൃത്തം വരച്ചിട്ട് അതിൻ്റെ ഒരു പൊസിഷൻ നമ്മൾ ഒരു കാല് നടുക്കും ഒരു കാല് നമ്മൾ ഇതിൻ്റെ ഈ ഒരു വൃത്തത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വെച്ചിട്ട് ഫസ്റ്റ് ഒരടി വരും. അതാണ് ഒന്ന് വരും. അടി അമർത്തി നമ്മൾ ഇയാളെ ബാക്കിൽ നമ്മൾ വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പല രീതിയിൽ വേണമെങ്കിൽ അടിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇയാളെ കയറി പൊട്ടിച്ച് തറയിടുക, നമുക്ക് എന്ത് വേണം ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒന്നുകൂടെ അടിച്ച് ഇതാണ് ഒന്നുകൂടെ അടി അമർത്തി ഇങ്ങ് മാറിയതിന് ശേഷം നമ്മൾ കാലിൽ വെച്ചിട്ട് ഇയാളെ കയറി വിട്ടു. ഈ അടിയെ നമ്മൾ അമർത്തിയതിന് ശേഷം ഇങ്ങനെ ഒഴിഞ്ഞതിന് ശേഷം ഇടത് കാലെടുത്ത് ഈ ഒരു പൊസിഷനിൽ വെച്ച് അവിടെ വെട്ടി. ഓക്കെ, ഈ അടി വരുമ്പോൾ അടി നമുക്ക് നാട്ടി പറഞ്ഞിട്ട് അടി അമർത്തിയാണ് നമ്മൾ പലപ്പോഴും നാട്ടി അമർത്തി ഇറങ്ങിയ ഇത് നമ്മൾ എന്താ വെച്ചാൽ അടി അമർത്തി ഇങ്ങ് മാറും. വട്ടച്ചുവടെന്ന് പറയാൻ കാരണം ഒന്ന് നമ്മൾ ഈ വട്ടം വരച്ചിട്ട് ചെയ്യും. പാല് നമുക്ക് വട്ടച്ചുവടെന്ന് പറയാം. രണ്ടാമത് നമ്മൾ ചെയ്യുമ്പോൾ പൊതുവെ പറയുന്നത് ഒരാളെ നമുക്ക് അതായത് ഇയാളെ ഒരു സ്ഥലത്താക്കിയിട്ട് നമുക്ക് അയാളെ അടിച്ച് ഇയാളെ ഒരു വട്ടത്തിനകത്താക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്തു. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇയാളെ ഒരു വട്ടത്തിനകത്താക്കി അടിച്ച് ചെയ്യുന്ന രീതി. അതുകൊണ്ടാണ് ഇതിനെ യഥാർത്ഥത്തിൽ നമ്മൾ ശത്രുവിനെ വട്ടത്തിനകത്താക്കി അതായത് ശത്രുവിന് ചുറ്റും നമ്മൾ റൗണ്ട് ചെയ്ത് ഇയാളെ അടിക്കാൻ പറ്റും. അതാണ് നമ്മൾ ആക്ച്വലി നമ്മളൊരു നടക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊരു പൊസിഷൻ ഒരു വട്ടത്തിൽ വരും. അതുകൊണ്ടാണ് വട്ടച്ചോറെന്ന് പറയാൻ കാരണമാണ്. ശരി.